നമസ്കാരം. നമസ്കാരം. ഇപ്പം ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് CPM-നെ സംബന്ധിച്ചിടത്തോളം 10 വർഷം ഭരണത്തിൽ നിൽക്കുന്നു. അതിനുശേഷം ഇനി പടി ഇറങ്ങുമോ ഇല്ലയോ എന്നുള്ളത്. കാരണം CPM-ന് ഇപ്രാവശ്യം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അതൊരു ഏക വ്യക്തിയിലോട്ട് ചുരുങ്ങിപ്പോയൊരു പാർട്ടിയാണ്. ഇപ്പോൾ എല്ലാ കാര്യത്തിലും പാർട്ടിയുടെ അന്തിമ തീരുമാനം മുതൽ പാർട്ടിയുടെ സെക്രട്ടറിയായാലും എല്ലാ കാര്യം തീരുമാനിക്കുന്നത് ഗോവിന്ദ മാഷ് ഉണ്ടെങ്കിൽ പോലും തീരുമാനിക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഏകാധിപതിയായിട്ടുണ്ട് ഇപ്പോൾ. അപ്പം പാർട്ടി തോറ്റു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അതായത് പാർട്ടി ജയിക്കുമോ തോൽക്കുമോ എന്നുള്ളതാണ് ആദ്യം പരിശോധിക്കേണ്ടത്. ജയിക്കാൻ സാധ്യതയുണ്ടോ? ജയിക്കാൻ യാതൊരു സാധ്യതയും ഇല്ല എന്ന് കണക്ക് കൂട്ടുമ്പോഴും പാർട്ടിയുടെ ഒരു കണക്കൂട്ടൽ കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുള്ള MLA-മാർക്ക് അവർക്ക് ജനങ്ങളിൽ സ്വാധീനമുണ്ട് ഓരോ മണ്ഡലത്തിൽ. അതുവഴി അവർക്ക് വിജയിച്ചെടുക്കാൻ പറ്റുന്നുള്ളൊരു കണക്കൂട്ടൽ. അതേപോലെ അവസാനം കൊടുത്ത പെൻഷൻ 65 ലക്ഷം പേർക്ക് സാധാരണക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. 1600 2000 ആക്കുകയും അങ്ങനെ 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് 4000 രൂപ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെയാണ് ഇലക്ഷനും വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു 10% വോട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ അഡീഷണൽ കിട്ടിയാൽ തന്നെ വിജയിക്കാൻ പറ്റും. അതേപോലെ MLA-മാർക്ക് അവരുടെ സ്വാധീന പ്രകാരം ജയിക്കാൻ പറ്റുന്നുള്ള ഒരു കണക്കൂട്ടൽ നടത്തിയിട്ട് തിരുവനന്തപുരത്തെ ജില്ലാ CPM സെക്രട്ടറി എന്നോട് പറഞ്ഞത് 75 സീറ്റിൽ വരെ വിജയിക്കാൻ സാധ്യതയുണ്ട് ഭരണം നിലനിർത്തുന്നതാണ്. അങ്ങനെ വരികയാണെങ്കിൽ പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയാവും. പക്ഷെ പരാജയപ്പെട്ടാലോ? പരാജയപ്പെട്ട് കഴിഞ്ഞാൽ 2 തരത്തിൽ പരാജയമുണ്ട്. ഒന്ന് സമ്പൂർണമായ പരാജയം. സമ്പൂർണമായ പരാജയം വന്നു കഴിഞ്ഞാൽ പിണറായി വിജയൻ എന്ന ഏകാധിപതി, മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഏകാധിപതിയായിരുന്നു. പാർട്ടിയെയൊക്കെ അദ്ദേഹം തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കി അങ്ങേരുടെ ഇതിനനുസരിച്ച് ചലിപ്പിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അതേപോലെയുള്ള സമാന സ്വഭാവമുള്ള സമാന വയസ്സുള്ള അല്ലെങ്കിൽ അതേപോലെ പ്രവർത്തിച്ചുള്ള ആളുകളെ കംപ്ലീറ്റ് വെട്ടിമാറ്റി. AK ബാലൻ, EP ജയരാജൻ, MV ജയരാജൻ, P ജയരാജൻ, G സുധാകരൻ, അങ്ങനെ തുടങ്ങി അങ്ങനെയുള്ള പ്രമുഖരായ നേതാക്കന്മാരെയൊക്കെ വെട്ടിമാറ്റിയിട്ടാണ് ആ പാർട്ടിയെ തൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ആളുകളെ മാത്രം കൊണ്ടുവന്ന് തൻ്റെ ഒപ്പിടാൻ മാത്രമുള്ള ഒപ്പിടാൻ പറ്റുള്ള കുറേ ആൾക്കാരെ മന്ത്രിമാരാക്കി. അപ്പോൾ പാർട്ടീൻ്റെ ഉള്ളിൽ തന്നെ തൻ്റെ സ്വൽപ്പടിയുള്ള ആൾക്കാർ മാത്രമാണുള്ളത്. ഇപ്പം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനാകട്ടെ ഒന്നും നിയന്ത്രിക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിലാണ്. സ്വന്തം ഭാര്യയെ തന്നെ തടിപ്പറമ്പിൽ നിർത്തി അവിടെയുള്ള പാർട്ടിയുടെ മൊത്തത്തിലുള്ള ഒരു എന്താ പറയേണ്ട എല്ലാ തരത്തിലും പ്രതിഷേധത്തിനിരയായിട്ടുള്ള ആളാണ് ഗോവിന്ദൻ്റെ മകൻ ശ്യാം തന്നെ ചില കേസുകൾ പെട്ടിട്ടുണ്ട്. അത് വെച്ചിട്ട് ഗോവിന്ദനെ ആര് നിയന്ത്രിക്കുന്നത്? പിണറായി വിജയൻ നിയന്ത്രിക്കുന്നത്. പിണറായി വിജയൻ പോലീസ് ഏത് സമയത്തും ശ്യാമിനെ അറസ്റ്റ് ചെയ്യാൻ 2 കോടി രൂപ തട്ടിപ്പ് നടത്തിയൊരു കേസിലെ ആളാണ് ശ്യാം. അപ്പം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷനിൽ ഇവരെല്ലാവരും വെട്ടിമാറ്റി പാർട്ടീൻ്റെ ഉള്ളിൽ ഒരേ ഒരാൾ മാത്രമാണ് പിണറായി വിജയൻ കഴിഞ്ഞ കുറേ കാലമായി ജനങ്ങളുമായി ബന്ധമുണ്ടായിരുന്നില്ല. പാർട്ടിയിലെ സാധാരണ അണികളുമായി യാതൊരു ബന്ധമുണ്ടായിരുന്നില്ല. പകരം ഒരു ഏകാധിപതി എങ്ങനെയാണോ, ഒരു ഭീകരൻ എങ്ങനെയാണോ, അതേപോലെ അദ്ദേഹം ക്ലിഫ് ഹൗസ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, അവിടെയൊന്നും ഒരാളെ അങ്ങോട്ട് കടത്തിവിട്ടിരുന്നില്ല. ഹൈ സെക്യൂരിറ്റി ആയിരുന്നു. മാത്രമല്ല അവിടെ ആഡംബര ജീവിതമായിരുന്നു. അതായത് നീന്തൽക്കുളം, പശുത്തൊഴുത്ത്, പിന്നെ അദ്ദേഹത്തിന് പാല് കുടിക്കാൻ വേണ്ടി പശുത്തൊഴുത്ത്, മ്യൂസിക്കോട് കൂടിയിട്ട് ആ പാല് 50 ലക്ഷം രൂപയാണ് ചിലവാക്കിയത്. 25 ലക്ഷം രൂപ നീന്തൽക്കുളത്തിന്. പിന്നെ ലിഫ്റ്റ് മുകളിലേക്ക് കയറാൻ, ഒരൊറ്റ നിലയിൽ കടക്കാൻ ഞാൻ പോയിട്ടുള്ള സ്ഥലമാണ് ക്ലിഫ് ഹൗസ്. ഉമ്മൻചാണ്ടിയൊക്കെയുള്ള സമയത്ത് എത്രയോ തവണ പോയിട്ടുണ്ട്. AK ആൻ്റണിയുള്ള സമയത്ത് ഞാൻ പോയിട്ടുണ്ട്. EK-നുള്ള സമയത്ത് ഞാൻ പോയിട്ടുണ്ട് ക്ലിഫ് ഹൗസിൽ. അപ്പോൾ അവിടെ ഫസ്റ്റ് നിന്ന് മുകളിലേക്ക് കയറാൻ ലിഫ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ നടക്കാൻ പോലും വയ്യാത്തൊരു ഗതികേടുള്ള ഒരു മനുഷ്യനാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും നവകേരള യാത്രയിൽ ഒരു ബസ്സിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് സ്റ്റെപ്പ് കയറാൻ അദ്ദേഹം കാണിച്ചിട്ടുള്ള വിഷമസ്ഥിതി നമ്മൾ കണ്ടിട്ടാണല്ലോ. അപ്പോൾ ഈ വിധത്തിൽ മൊത്തത്തിൽ അദ്ദേഹത്തിന് ഒരു എല്ലാവർക്കും ഒന്ന് മാറി അദ്ദേഹം ഏതോ കൊമ്പത്തെ രാജാവാണെന്നുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല യാത്ര ചെയ്യുമ്പോൾ 40 വണ്ടി പോലീസിന് സഹായത്തോട് കൂടിയിട്ടാണ് യാത്ര ചെയ്തിരുന്നത്. ആംബുലൻസ്, ഫയർ സർവീസ്, ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഇപ്പം എന്തായി പരാജയപ്പെടുന്നു അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. അദ്ദേഹത്തിൻ്റെ മാനസിക നില നമ്മൾ ചിന്തിക്കുന്ന മാതിരിയല്ല. അപ്പം അധികാരമില്ലാതെ അദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റില്ല. മാത്രമല്ല അധികാരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നാളെ പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനത്ത് പോയി ഇരിക്കാൻ പറ്റില്ല. ഏതെങ്കിലും കാരണവശാൽ അദ്ദേഹം ജയിക്കുകയാണെങ്കിൽ, പാർട്ടി ആരെങ്കിലും കുറച്ച് സീറ്റുകൾ ജയിക്കുകയാണെങ്കിൽ അവിടെ പാർട്ടി പ്രതിപക്ഷത്തിരിക്കാൻ പറ്റില്ല. അത്ര ഒരു മാനസികാവസ്ഥയിലല്ല പിണറായി വിജയൻ. ഒന്നുകിൽ അദ്ദേഹം ഭീകരമായി തോൽക്കുകയാണെങ്കിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യില്ല എന്നൊന്നും പറയാൻ പറ്റില്ല.
പക്ഷെ അതിനുള്ള ധൈര്യം അദ്ദേഹത്തിനില്ല. ആത്മഹത്യ ചെയ്യണ ധൈര്യം വേണ്ടേ? അതില്ല. പക്ഷെ അദ്ദേഹം ചെയ്യാൻ പോണത് ഇപ്പം അദ്ദേഹം അവസാന ദിവസം ഇന്ന് ഇപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പുറപ്പെട്ടു നാട്ടിലേക്ക് പോയി. ഇന്നലെ രാത്രി ഇവിടെ കഴിഞ്ഞുകൂടിയപ്പോൾ അദ്ദേഹം സ്വിമ്മിംഗ് പൂളിലൊക്കെ ഒന്ന് ഇറങ്ങി. ഇനി ഒരിക്കലും കയറാൻ പറ്റില്ലല്ലോ. ആ ലിഫ്റ്റിലൊന്ന് കയറി. അങ്ങനെ ഇന്നലെ വരെ അനുഭവിച്ചിരുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും ഒന്ന് ഓർത്ത്, ഇതുവരെ ഉണ്ടായിരുന്ന കച്ചവടങ്ങളൊക്കെ അവിടെയാണ് നടന്നിരുന്നത്. പല ആൾക്കാരും വിദേശത്ത് നിന്ന് വരുന്ന ആൾക്കാരെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കച്ചവടമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതൊക്കെ ഒന്ന് ഇതായി ആ ഓർമ്മകളൊക്കെ പുതുക്കി അദ്ദേഹം നേരെ എവിടേക്ക് പോയി? ഇന്നിപ്പം ഇവിടേക്ക് പോയി. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്താണ്? രാജി സമർപ്പിക്കണം. ഇലക്ഷൻ തോറ്റു കഴിഞ്ഞാൽ രാജി സമർപ്പിക്കാവുന്നൊരു പരിപാടിയുണ്ട് ഗവർണറുടെ അടുത്ത്. അതിന് അദ്ദേഹം ആരും കാണാം, ഒരു പത്രക്കാരിനി കാണാതെ നേരെ മടങ്ങി വന്ന് നേരെ പോയിട്ട് ഗവർണറെ കാണും, രാജി സമർപ്പിക്കും. ആരും അറിയാതെ. പിന്നെ അയാൾ എവിടേക്ക് പോകണമെന്ന് ആർക്കറിയില്ല. നേരെ വിദേശത്തേക്ക് പോകും. എൻ്റെ അറിവും വിവരവും വെച്ചിട്ട് അദ്ദേഹം അമേരിക്കയിൽ പോകാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൈവശം ഏറ്റവും ചുരുങ്ങി 1,00,000 കോടി രൂപയെങ്കിലും സമ്പാദ്യമുണ്ട്. ഇത് മക്കൾ 2 പേരുമാണ് നോക്കുന്നത്. അപ്പം ഈ ഇത് കഴിഞ്ഞാൽ അദ്ദേഹം നേരെ ഇവിടെ പോകും. പാർട്ടി പിന്നെ ഗോവിന്ദൻ അതിനായിരിക്കും ചോദ്യം. എല്ലാ പത്രക്കാരെ കാണേണ്ടി വരുമല്ലോ. ഗോവിന്ദൻ എന്ന് മറുപടി പറയും. എന്ത് താത്വിക അവലോകനം നടത്തും? ആർക്കും മനസ്സിലാവാത്ത തരത്തിലൊരു എക്സ്പ്ലെയിൻ കൊടുത്തു. അത് പക്ഷെ അത് പഴയ മാതിരി ഞാൻ അങ്ങനെ പറഞ്ഞോട്ട് കാര്യമില്ല. പത്രക്കാർ കയറി മേയും. അപ്പം മേയുമ്പം സ്വന്തം പിന്നെ ഭാര്യനെ കൊണ്ട് നിർത്തി എന്തിനാന്നുള്ള ചോദ്യത്തിനൊക്കെ ഉത്തരം മുട്ടും. അപ്പം ഈ വിധത്തിൽ മരുമോനിസത്തെക്കുറിച്ച് മറുപടി പറയേണ്ടി വരും. അപ്പോൾ എല്ലാ തരത്തിലും പാർട്ടി അതിൻ്റെ അന്ത്യകൂദാശിയാണ് ഈ ഇലക്ഷൻ. ഈ ഇലക്ഷനിൽ തോറ്റു കഴിഞ്ഞാൽ ഈ പാർട്ടി ഛിന്ന ഭിന്നമാകും. മാത്രമല്ല പിണറായി വിജയൻ എത്ര ഇവിടുന്ന് രക്ഷപ്പെട്ടാലും പിന്നെ കേന്ദ്രത്തിന് BJPക്ക് ഈ പിണറായി വിജയൻ ആവശ്യമില്ല. കാരണം എന്താ? ഇവിടെ കോൺഗ്രസ് മുക്ത ഭാരതം, കോൺഗ്രസിനെ തടയാനുള്ള ശക്തിയായിട്ടാണ് ആരെ കണ്ടത്? പിണറായി വിജയനെ കണ്ടത്. കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള പേരിൽ കേരളത്തിൽ കോൺഗ്രസ് പിന്നെ അങ്ങനെ ഒരു സംഭവം ഇല്ല. കാരണം കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതോട് കൂടിയിട്ട് കോൺഗ്രസ് മുക്ത ഭാരതമാണ് തടയേണ്ട അതില്ലല്ലോ. പിണറായി വിജയനെ ഏതൊക്കെ കേസുകൾ പ്രതിയാണ്? ശരിക്കും ലാവ്ലിൻ കേസ് ഡൽഹിയിലുണ്ട്. അത് ഉടനെ എടുപ്പിച്ചിട്ട് ഇങ്ങോട്ട് വിടും. അത് എത്രയോ 30 പ്രാവശ്യത്തോളം 80 തവണയായി. ഞാനല്ല എൻ്റെ ഡിഫാക്ടോ കംപ്ലൈൻറ്റ്. അപ്പം 80 തവണയായിട്ടുള്ള ലാവ്ലിൻ കേസ് അവിടെ കേന്ദ്രത്തിൻ്റെ പിടി അവിടെ വിടും. അപ്പോൾ നേരെ ഇങ്ങോട്ട് കേസ് വരും. വിചാരണ നേരിടണം. ഇവിടുത്തെ തിരുവനന്തപുരം CBI കോടതിയിൽ വിചാരണ നേരിടേണ്ടി വരും. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഏതാണെന്ന് അറിയാമോ? നമ്മുടെ നയതന്ത്ര ബാഗേജിലൂടെ വന്ന സ്വർണ്ണക്കള്ളക്കടത്ത്. നരേന്ദ്രമോദിയും അതേപോലെ നമ്മുടെ ഇയാളും അമിത്ഷായും നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഇതിൻ്റെ മുഖ്യമന്ത്രി ഓഫീസാണെന്നുള്ളത്. ശിവശങ്കരനെയും സ്വപ്നയും അറസ്റ്റ് ചെയ്താണല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക് ആരെ അറസ്റ്റ് ചെയ്യും? മുഖ്യമന്ത്രിയാണ് മെയിൻ. മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യും. മുഖ്യമന്ത്രി തൂക്കെടുത്ത് കൊണ്ടുപോകും. ഡോളർ കടത്തിന് വ്യക്തമായി 164 സ്റ്റേറ്റ്മെൻറ്റ് ആരേതുണ്ട്? സ്വപ്ന സുരേഷിനുണ്ട്. പിണറായി തൂക്കും. പിന്നെ നമ്മുടെ CMR എക്സാലോജി കമ്പനിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അധികാര ദുർവിനിയോഗം നടത്തിയ മകൾക്ക് 1,74,00,000 രൂപ കൊടുക്കാൻ മാത്രമല്ല അദ്ദേഹം കോടിക്കണക്കിന് രൂപ വാങ്ങി എന്നുള്ളതാണ്. അപ്പോൾ അതിൽ അദ്ദേഹം കുടുങ്ങിയേ പറ്റുള്ളൂ. എൻഫോഴ്സ്മെൻറ്റ് കേസിലും കൊടുക്കും. ഇതിലെല്ലാം എൻഫോഴ്സ്മെൻറ്റ് കേസ് വരും. ഏറ്റവും പ്രധാന മറ്റൊരു കേസ് എന്ന് പറയുന്നത് ലൈഫ് മിഷൻ തട്ടിപ്പാണ്. ഈ ലൈഫ് മിഷൻ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ വടക്കാഞ്ചേരി പ്രളയ ദുരിതാശ്വാസത്തിൽപ്പെട്ട ആളുകൾക്ക് ഫ്ലാറ്റ് നിർമ്മിക്കാൻ റെഡ് ക്രസൻറ്റ് എന്ന് പറയുന്ന UAE സംഘടന കൊടുത്ത 19 കോടി. ആ 19 കോടി രൂപയിൽ 9 കോടിയും കമ്മീഷനെ അടിച്ചു മാറ്റി. അതിൽ ശിവശങ്കർ അറസ്റ്റിലായി. പിന്നെ അറസ്റ്റിലായി നമ്മുടെ സ്വപ്നയെ അറസ്റ്റിലായി. അതിൽ നിർദ്ദേശം കൊടുത്തുള്ള ആരാ? പിണറായി വിജയനാണ്. അപ്പം പിണറായി വിജയൻ അതിൻ്റെ മുഖ്യപ്രതിയാണ്. ഇങ്ങനെ കേസുകൾ 1, 2, 3, 4 അല്ല. പിന്നെ AI ക്യാമറ വിവാദമുണ്ട്. റോഡുകളിൽ വെച്ചുള്ള AI ക്യാമറ അതേപോലെയുള്ള ഏതൊക്കെ തരത്തിൽ ഒന്ന് തുടങ്ങിയാൽ പിന്നെ പല അഴിമതികളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് 1, 2, 3, 4 അല്ല. അപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ ഇവിടുന്ന് എത്ര തന്നെ അമേരിക്കയിലേക്ക് പോയാലും BJP ഗവൺമെൻറ് പിന്നീട് ഈ പാർട്ടി വളരണമെങ്കിൽ പിണറായി വിജയനെ പിടിച്ച് അകത്താക്കാനാണ്, അല്ലെ മകളെ അകത്താക്കാനാണ്, മറ്റു BJP CPM നേതാക്കന്മാരെ അകത്താക്കിയാലേ ഇവിടെ BJP വളരുള്ളൂ എന്ന് കണ്ടാൽ അതിലേക്ക് എന്താവും? അവർ അറസ്റ്റ് ചെയ്യിക്കും. അപ്പം CPM എന്നുള്ള പ്രസ്ഥാനം അതോടെ തീർന്നു.
തീർന്നിട്ട് അതിലുള്ള ആളുകൾ കുറേ ആൾക്കാർ എവിടെ പോകും? BJP പോകും. കുറേ ആൾക്കാർ കോൺഗ്രസ്സിലേക്ക് പോകും. കോൺഗ്രസ്സിൽ കുറേ ആൾക്കാർ എത്തിയിട്ടുണ്ടല്ലോ, അവരെ വഴിക്ക് കുറേ ആൾക്കാർ അങ്ങോട്ട് പോകും. പിന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ എല്ലാ കാലത്തും വിപ്ലവം വരും എന്ന് പറഞ്ഞ് കാത്തിരുന്ന് ഇങ്ങനെ ചിന്തിച്ച് കുറേ ആൾക്കാർ CPM ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞു വിടും. അവർക്ക് നേതൃത്വവും ഇല്ല, ആരുമില്ല. അപ്പോൾ എവിടെയാണ് ഉള്ളത്? കേരളത്തിലെ ഭരണം നഷ്ടപ്പെട്ടാൽ കേന്ദ്രത്തിൽ CPM-ന് നിൽക്കാൻ എന്താ മാർഗം? ഇന്ത്യയിൽ വേറെ എവിടെ കാശില്ല. അപ്പോൾ കാശില്ലാതെ ആകുമ്പോൾ പാർട്ടി പിന്നെ എന്തെങ്കിലും വളരുമോ? ഇല്ല, അതോടുകൂടി അസ്തമിച്ചു, തീർന്നു എന്ന് നമുക്ക് കരുതാം. പിണറായി വിജയൻ ഇവിടുന്ന് എത്ര പോയാലും പിന്നീട് ജയിലിൽ പോകേണ്ടി വരും. മകളും പോകേണ്ടി വരും, ഭാര്യയും പോകേണ്ടി വരും, മകനും പോകേണ്ടി വരും. പണമൊക്കെ സൂക്ഷിക്കുന്നത് മകനാണല്ലോ. ഇതാണ് സംഭവിക്കാവുന്ന. പാർട്ടി ഇതോട് കൂടിയിട്ട് ബംഗാളിലും ത്രിപുരയിലും പോലെ തീരും. കേരളത്തിലെ അവസാനം ജയിച്ചിട്ടില്ലെങ്കിൽ പറയാൻ പറ്റില്ല. ജയിച്ചാൽ വേറൊന്നും സംഭവിക്കാൻ പോണില്ല. പിണറായി വിജയൻ ഈകാട് മുമ്പത്തേക്കാൾ ശക്തനായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകും. എന്നാൽ പ്രതിപക്ഷ സ്ഥാനത്ത് അദ്ദേഹം ഇരിക്കാൻ അതിനുള്ള മാനസികാവസ്ഥ അദ്ദേഹത്തിനില്ല. ഇപ്പോൾ അദ്ദേഹം ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് അതിൻ്റെ വല്ലാത്ത പീക്ക്, വല്ലാത്ത ആ അവസ്ഥയിൽ യാത്ര ചെയ്യുന്ന പൊട്ടിക്കരയാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ജനങ്ങള് രണ്ട് ഇരട്ടച്ചങ്ങനല്ലേ, ആരും മുന്നിൽ പൊട്ടിക്കരയാൻ പറ്റും. എന്തായാലും ഗോവിന്ദൻ്റെ കാര്യമാണ് ഭയങ്കര കഷ്ടം. കാരണം സ്വന്തം ഭാര്യയെ നിർത്തുകയും ചെയ്തു, എല്ലാ ചീത്തപ്പേരും ഉണ്ടായി, ഒരാളുടെ മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. പാർട്ടി ചിഹ്ന ഭിന്നമായി പോകും.